സ്വർഗരാജ്യം കടലിൽ ഇട്ട ഒരു വല പോലെയാണ്. വല എല്ലാ തരത്തിലുള്ള മത്സ്യങ്ങളെയും പിടിച്ചുകൊണ്ടുവരുന്നു. അത് നിറഞ്ഞപ്പോൾ മത്സ്യബന്ധക്കാർ അതിനെ തീരത്തേക്ക് വലിച്ചുകൊണ്ടുചെന്നു. നല്ല മത്സ്യങ്ങളെ വേർതിരിച്ചു ചാക്കുകളിൽ ശേഖരിച്ചു, ചീത്ത മത്സ്യങ്ങളെ പുറത്തേക്ക് എറിഞ്ഞു. ഈ ചിത്രം ദൈവത്തിന്റെ രാജ്യത്തിന്റെ സമഗ്രതയും ഉൾക്കൊള്ളലും കാണിക്കുന്നു. വല കടലിൽ നിന്ന് എല്ലാ തരത്തിലുള്ള മത്സ്യങ്ങളെയും ഉൾക്കൊള്ളുന്നതുപോലെ ദൈവരാജ്യവും എല്ലാ മനുഷ്യരെ വ്യത്യാസമില്ലാതെ ശേഖരിക്കുന്നു. എന്നിരുന്നാലും വേർതിരിക്കുന്ന പ്രക്രിയ ഭാവിയിലുള്ള വിധിയുടെ ഒരു നിമിഷത്തെ ഉന്നതീകരിക്കുന്നു. മത്സ്യത്തെ വേർതിരിക്കുന്നതുപോലെ ലോകാവസാനത്തിൽ ദൂതന്മാർ നീതിമാന്മാരെയും ദുഷ്ടരെയും വേർതിരിക്കും. നീതിമാന്മാർ സംരക്ഷിക്കപ്പെടുകയും പാരിതോഷികം ലഭിക്കുകയും ചെയ്യുമ്പോൾ ദുഷ്ടർ കരച്ചിലും പല്ലുകടിയും ദാഹത്തിന്റെ തീയിൽ എറിയപ്പെടും. ഈ ശക്തമായ പ്രതീകം ധാർമ്മികവും ആത്മീയവുമായ തിരഞ്ഞെടുപ്പുകളുടെ ഗൗരവത്തെ ഉന്നതീകരിക്കുന്നു. ദൈവത്തിന്റെ രാജ്യം എല്ലാവർക്കും തുറന്നിരിക്കുന്നതാണ്, എന്നാൽ അതിലേക്ക് പ്രവേശിക്കാനായി ധാർമ്മികതയും ദൈവത്തിന്റെ ആഗ്രഹത്തിന് പൂർണ്ണമായ സമർപ്പണവും ആവശ്യമാണെന്ന് അത് ഉത്കൃഷ്ടമായി പ്രബോധിപ്പിക്കുന്നു. നീതിയോടെ ജീവിക്കാൻ പരിശ്രമിക്കുന്നവർക്ക് പ്രത്യാശയുടെ സന്ദേശവും ആത്മീയമായ ഉത്തരവാദിത്തങ്ങളെ നിരസിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പും ഈ ഉപമ നൽകുന്നു. ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങളുമായി ഒരാളുടെ പ്രവർത്തനങ്ങൾ സഹകരിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്താൻ ഓരോരുത്തരും ആത്മപരിശോധന നടത്താൻ ഈ ശക്തമായ പ്രതീകം നമ്മെ പ്രചോദിപ്പിക്കുന്നു. കൂടുതൽ വീഡിയോകൾ കാണാൻ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.